Hi students, we learned product of two vectors, dot product and also cross product. Dot product is also called scalar product. Cross product is also called vector product. Now we will see the product of three vectors and it is called scalar triple product. If vector A, vector B and vector C are any three vectors, then the scalar product of vector A and vector B cross vector C, that is vector A dot vector B cross vector C, is called the scalar triple product of vector A, vector B and vector C. It is denoted by രണ്ട് തരത്തിൽ ഡിനോട്ട് ചെയ്യാം. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് വെക്റ്റർ എ കോമ വെക്റ്റർ ബി കോമ വെക്റ്റർ സി എന്ന് എഴുതാം. ഓർ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അതിൻ്റെ ഉള്ളിൽ വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി കോമ ഇല്ലാണ്ട് എഴുതാം. ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ്: ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി എന്നാണ് വായിക്കേണ്ടത്. ദാസ് ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ഇസ് ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. ട്രിപ്പിൾ പ്രോഡക്റ്റിൻ്റെ ആൻസർ സ്കെയിലാറാണ്. അപ്പോൾ അതിന് സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയും. അപ്പോൾ ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ഇസ് ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. ഇനി ഇതിൽ നിന്നുള്ള ഒബ്സർവേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ്: വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓർ ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ഇസ് എ സ്കെയിലാർ. Now second observation, volume of a parallelepiped with coterminous edges vector A, vector B, vector C is magnitude of vector A dot vector B cross vector C. എങ്ങനെയത് കിട്ടണമെന്ന് നോക്കാം. പാരലലോപിപ്പഡ് എന്ന് പറഞ്ഞാൽ ക്യൂബോയിഡ് പോലെയാണ്, പക്ഷേ ഇറ്റ് ഇസ് ഫോംഡ് ബൈ പാരലൽ പ്ലെയിൻസ്. അപ്പോൾ ബേസ് പാരലലോഗ്രമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എഡ്ജസ് എടുക്കുന്നത് വെക്റ്റർ ഒ എ വെക്റ്റർ എയും വെക്റ്റർ ഒ ബി വെക്റ്റർ ബിയും വെക്റ്റർ ഒ സി വെക്റ്റർ സിയും ആയിട്ടാണ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി എന്ന് വരും. ഇനി ഹൈറ്റ് കാണാനായിട്ട് നമ്മൾ ചെയ്യണത് ഇതാണ്: എ ഇന്ന് ഒ സിയിലേക്ക് പെർപെൻഡിക്കുലർ എ ഡി വരച്ചിട്ടുണ്ട്. ഇനി ബി വെക്റ്റർ ബി വെക്റ്റർ സി എന്ന് പറഞ്ഞാൽ ബേസിലെ പ്ലെയിനിലാണ് ആ വെക്റ്റേഴ്സ് കിടക്കുന്നത്. അപ്പോൾ വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി എന്ന് പറയുമ്പോൾ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ ഡയറക്റ്റഡ് അപ്വേർഡ്സ് ആണ് വരിക. അതവിടെ ഫിഗറിൽ ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്: വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. ഇനി വെക്റ്റർ എയും വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ദെൻ വി ഗെറ്റ് ആംഗിൾ ഒ എ ഡി ഓൾസോ വിൽ ബി ഈക്വൽ ടു തീറ്റ. നൗ വോളിയം ഇസ് ഹൈറ്റ് ഇൻറ്റു ബേസ് ഏരിയ. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എ ഡി ആൻഡ് ബേസ് ഏരിയ ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. ഇനി എ ഡി കാണാനായിട്ട് ട്രയാങ്കിൾ ഒ എ ഡിയിൽ കോസ് തീറ്റ കണ്ടാൽ മതി. കോസ് തീറ്റ ഈക്വൽ ടു എ ഡി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ എന്ന് വരും. അപ്പോൾ എ ഡിനെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ വോളിയം ഇങ്ങനെയാണ് വരിക: മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി ആണല്ലോ. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. അപ്പോൾ അതിനെ നമുക്ക് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി എന്ന് എഴുതാം. ഇനി വോളിയം മസ്റ്റ് ബി പോസിറ്റീവ്. Therefore, we can write volume is equal to absolute value of vector A dot vector B cross vector C. Now observations the third one. If vector A, vector B and vector C are given in component form, we will see how to find box product vector A, vector B, vector C. If vector A is equal to a1i plus a2j plus a3k, vector B is equal to b1i plus b2j plus b3k, vector C is equal to c1i plus c2j plus c3k, vector B cross vector C is determinant ijk b1 b2 b3 c1 c2 c3 and it is equal to I into b2 c3 minus b3 c2 minus j into b1 c3 minus b3 c1 plus k into b1 c2 minus b2 c1. Now we will find vector A dot vector B cross vector C and it is equal to a1 into b2 c3 minus b3 c2 minus a2 into b1 c3 minus b3 c1
plus A3 into B1C2 minus B2C1 and it is equal to determinant A1 A2 A3 B1 B2 B3 C1 C2 C3. ഇപ്പോൾ ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി കാണാൻ പറഞ്ഞാൽ ബാക്കി സ്റ്റെപ്സ് ഒന്നും എഴുതണ്ട. ഡിറ്റർമിനൻറ്റ് A1 A2 A3 B1 B2 B3 C1 C2 C3 കണ്ടാൽ മതി. Now fourth observation, if vector A, vector B and vector C are any three vectors, then box product vector A, vector B, vector C is equal to box product vector B, vector C, vector A and it is equal to box product vector C, vector A, vector B. That is, cyclic permutation of three vectors does not change the value of scalar triple product. അത് പഠിക്കാൻ ഡിറ്റർമിനൻ്റ് വെച്ചിട്ട് പഠിച്ചാൽ മതി. നമുക്കറിയാം ബോക്സ് പ്രൊഡക്റ്റ് ഡിറ്റർമിനൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഡിറ്റർമിനൻറ്റിൽ രണ്ട് ട്രാൻസ്ഫോർമേഷൻ, രണ്ട് റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം അതുപോലെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് നെഗറ്റീവ് വരും, അത് രണ്ടും കൂടി പോസിറ്റീവ് ആവും. അപ്പോൾ ബോക്സ് പ്രൊഡക്റ്റിലും അതുപോലെ തന്നെയാണ്. സൈക്ലിക്കായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല. കാരണം ഫസ്റ്റ് ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ സി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, സി ആദ്യം നടുവിലേക്ക് കൊടുത്തു, അപ്പോൾ ബി ലാസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് ബി ഫസ്റ്റിലേക്ക് കൊടുക്കുക, അപ്പോൾ എ ലാസ്റ്റിലേക്ക് വരും. അപ്പോൾ രണ്ട് ട്രാൻസ്ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിറ്റർമിനൻറ്റിൽ രണ്ട് പ്രാവശ്യം ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് നെഗറ്റീവ് വരും, അത് രണ്ടും കൂടി പോസിറ്റീവ് ആവും. അതേപോലെ തന്നെയാണ് സെക്കൻഡ് ബോക്സ് പ്രൊഡക്റ്റിൽ നിന്ന് തേർഡ് ബോക്സ് പ്രൊഡക്റ്റ് കിട്ടാനും. അപ്പോൾ അത് വെച്ചിട്ട് പഠിച്ചാൽ മതി. സൈക്ലിക്കായിട്ട് വെക്റ്റേഴ്സ് ബോക്സ് പ്രൊഡക്റ്റിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് റിമെയിൻസ് ദ സെയിം. നെക്സ്റ്റ് ഒബ്സർവേഷൻ 5. ഇൻ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഡോട്ട് ആൻഡ് ക്രോസ് ക്യാൻ ബി ഇൻ്റർചേഞ്ച്. നോക്കാം നമുക്കത് എങ്ങനെയാണ്. സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സൈക്ലിക്കായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്താൽ ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ സി വെക്റ്റർ എ വെക്റ്റർ ബി എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു വെക്റ്റർ സി ഡോട്ട് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി. നൗ വി നോ ഡോട്ട് പ്രൊഡക്റ്റ് ഇസ് കമ്മ്യൂട്ടേറ്റീവ്, therefore we can write it as vector a cross vector b dot vector c. Thus we got vector a dot vector b cross vector c equal to vector a cross vector b dot vector c. That is, in a scalar triple product dot and cross can be interchanged. Sixth observation, box product vector a vector b vector c is equal to negative box product vector a vector c vector b. നമ്മളതിൽ രണ്ട് വെക്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുകയാണെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്യും. അപ്പം നെഗറ്റീവ് ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ സി വെക്റ്റർ ബി. അത് നമുക്കറിയാം ഡിറ്റർമിനൻ്റ് വെച്ചിട്ട് പഠിച്ചാൽ മതി. രണ്ട് റോസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ നെഗറ്റീവ് സൈൻ വരുമല്ലോ, അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. നൗ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വെക്റ്റർ എ ഡോട്ട് നെഗറ്റീവ് ഓഫ് vector c cross vector b and it is equal to negative vector a dot vector c cross vector b. That is negative box product vector a vector c vector b. Next observation 7. Box product vector a vector b equal to 0. രണ്ട് വെക്റ്റേഴ്സ് ഐഡൻറ്റിക്കൽ ആയി കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഇതും നമുക്ക് ഡിറ്റർമിനൻ്റ് വെച്ചിട്ട് പഠിക്കാം. ഡിറ്റർമിനൻറ്റിൽ നമുക്കറിയാം ഇഫ് ടു റോസ് ആർ ഐഡൻറ്റിക്കൽ വാല്യൂ ഓഫ് ഡിറ്റർമിനൻ്റ് ഈസ് 0. അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ ബി വെക്റ്റർ എ എന്ന് എഴുതാം, സൈക്ലിക്കായിട്ട് ചേഞ്ച് ചെയ്താൽ. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ എ വിച്ച് ഈസ് ഈക്വൽ ടു വെക്റ്റർ ബി ഡോട്ട് 0 വെക്റ്റർ എ ക്രോസ് എ 0 ആണല്ലോ, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 വെക്റ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 0. Now eighth observation, three vectors vector a vector b vector c are coplanar if and only if vector a dot vector b cross vector c equal to 0. That is, if and only if box product vector a vector b vector c equal to 0. If and only if statement ആണ്. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇതാണ്, ഇഫ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ആർ കോപ്ലാനാർ ദെൻ ബോക്സ് പ്രൊഡക്റ്റ് ഈക്വൽ ടു 0. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഇഫ് ബോക്സ് പ്രൊഡക്റ്റ് ഈസ് 0 ദെൻ ദ ത്രീ വെക്റ്റേഴ്സ് വിൽ ബി കോപ്ലാനാർ. നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. ഫസ്റ്റ് സപ്പോസ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ആർ കോപ്ലാനാർ.
അതിൽ വെക്റ്റർ ബിയും വെക്റ്റർ സിയും പാരലൽ ആണെങ്കിൽ ബി ക്രോസ് സി 0 ആയിരിക്കും. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എ ഡോട്ട് ബി ക്രോസ് സി ഈക്വൽ ടു 0. നൗ ഇഫ് വെക്റ്റർ ബി വെക്റ്റർ സി ആർ നോട്ട് പാരലൽ, സിൻസ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ആർ കോപ്ലാനാർ, വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി എന്തായാലും വെക്റ്റർ എക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇമാജിൻ ചെയ്യുക, വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും ഒരേ പ്ലെയിനിലാണ്. അപ്പോൾ ബി ക്രോസ് സി എന്തായാലും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് ഈസ് ബി ക്രോസ് സി ഈസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ എ, then their dot product will be equal to 0, that is vector A dot vector B cross vector C equal to 0. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് സപ്പോസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് ദാറ്റ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി ആർ പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ്. നൗ വി നോ ദാറ്റ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി ഈസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ ബി ആൻഡ് വെക്റ്റർ സി. ആൻഡ് ഇതിനു മുമ്പ് നമ്മൾ എഴുതി എയും ബി ക്രോസ് സിയും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? വെക്റ്റർ എയും വെക്റ്റർ ബിയും വെക്റ്റർ സിയും ഒരേ പ്ലെയിനിലായിരിക്കും. ദാറ്റ് ഈസ് ദേ ആർ കോപ്ലാനർ. അപ്പോൾ 2 പാർട്ടായിട്ട് വേണം ഇതിന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ പ്രൂഫ് ഇത്രയും എഴുതണം. ഇനി റിമാർക്ക് നോക്കാം. സപ്പോസ് വി ആർ ഗിവൺ 4 പോയിൻറ്റ്സ് എ ബി ആൻഡ് സി ആൻഡ് ഡി. ദെൻ they are coplanar if 3 vectors vector AB, vector AC, vector AD are coplanar. അപ്പോൾ 4 പോയിൻറ്റ്സ് കോപ്ലാനാർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 വെക്റ്റേഴ്സ് അതിൽ നിന്ന് എടുക്കുക. വെക്റ്റർ എ ബി, വെക്റ്റർ എ സി, വെക്റ്റർ എ ഡി. അത് കോപ്ലാനാറാന്ന് കാണിച്ചാൽ മതി. ദാറ്റ് ഈസ് ദെയർ ബോക്സ് പ്രൊഡക്റ്റ് ഈസ് 0 എന്ന് കാണിച്ചാൽ മതി. Now we will see what we learned today. Scalar triple product. Triple product of 3 vectors ആണ് നമ്മൾ പഠിച്ചത്. അത് ബോക്സ് പ്രൊഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയ കാരണമാണ് അതിന് സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഇതാണ്: വോളിയം ഓഫ് പാരലലോപിപ്പഡ് വിത്ത് കോടെർമിനസ് എഡ്ജസ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ഇസ് ആബ്സലൂട്ട് വാല്യൂ ഓഫ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. പിന്നെ 3 വെക്റ്റേഴ്സും കമ്പോണൻറ്റ് ഫോമിലാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബോക്സ് പ്രൊഡക്റ്റ് കാണാൻ ഡിറ്റർമിനൻറ്റ് A1 A2 A3 B1 B2 B3 C1 C2 C3 കണ്ടാൽ മതി. പിന്നെ ബോക്സ് പ്രൊഡക്റ്റിൽ വെക്റ്റേഴ്സ് സൈക്ലിക്കായിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബോക്സ് പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല. പിന്നെ ബോക്സ് പ്രൊഡക്റ്റിൽ ഡോട്ടും ക്രോസും നമുക്ക് അങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. പിന്നെ ബോക്സ് പ്രൊഡക്റ്റിൽ 2 വെക്റ്റേഴ്സ് അങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് സിമ്പിൾ കൊടുക്കണം. പിന്നെ ബോക്സ് പ്രൊഡക്റ്റിൽ 2 വെക്റ്റേഴ്സ് സെയിം ആണെങ്കിൽ വാല്യൂ ഓഫ് ബോക്സ് പ്രൊഡക്റ്റ് വിൽ ബി ഈക്വൽ ടു 0. പിന്നെ പഠിച്ചത് എന്താണ്? ബോക്സ് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ 3 വെക്റ്റേഴ്സും കോപ്ലാനാർ ആയിരിക്കും. തിരിച്ചും അതുപോലെ തന്നെ. ഇഫ് ദ വെക്റ്റേഴ്സ് ആർ കോപ്ലാനാർ ദ ബോക്സ് പ്രൊഡക്റ്റ് വിൽ ബി ഈക്വൽ ടു 0. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ട്രിപ്പിൾ പ്രോഡക്റ്റ് നമുക്കിത് മാത്രമേ പഠിക്കാനുള്ളൂ, സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ഇത് സപ്ലിമെൻ്ററി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വി വിൽ ഡു ദ പ്രോബ്ലംസ് നെക്സ്റ്റ് ഡേ.